ഹരേ കൃഷ്ണ. കണ്ണൻ്റെ സൂര്യ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ ഹരിപ്രിയരും എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ ഇപ്പോൾ വന്നത്, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സർപ്രൈസാണ്. അതിലൊരു കാര്യം നമ്മളുടെ എല്ലാ പറമ്പുകളിലും ഉള്ളൊരു സാധനമാണ്. അത് ഇവിടെ ഈ ഭാഗത്ത് ഒരിടത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആണ്. ഞാൻ എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ, എൻ്റെ മോളുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞ ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളിൽ ഒന്ന് വെണ്ണ, മയിൽപ്പീലി, ഓടക്കുഴൽ, പിന്നെ ഗോക്കൾ, പിന്നെ താമര. പിന്നെ 6ാമത് ഇഷ്ടപ്പെട്ട 6 കാര്യങ്ങളുണ്ട്. 6 കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമായിട്ട് വരുന്നതാണ് എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട് ആണ്. അതായത് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈജയന്തിയുടെ മുത്ത്. ഇതാണ് സാധനം. ഹരേ കൃഷ്ണ. അപ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് പറിക്കുന്നുണ്ട്. എൻ്റെ ഉണ്ണി നിൽക്കുന്നുണ്ട്, അവളുടെയും കയ്യിലുണ്ട്, അവളും പറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ചെടി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ പറമ്പുകളിൽ, നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട 6 കാര്യങ്ങളിൽ ഒന്നാണ് വൈജയന്തി. ഈ ചെടീനെ പറയുന്നത് വൈജയന്തി എന്നാണ്. നമ്മൾ ഇത് പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്കിതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ടാണ് ഞാനിതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് അറിഞ്ഞത്. ഭഗവാന് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വൈജയന്തി. അപ്പോൾ ഇത് ആരുടെയൊക്കെ പറമ്പുകളുണ്ടോ അതെല്ലാം പറിച്ച് ഉള്ള് കുത്തിക്കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ഉണക്കിയിട്ട് 108 മണികളായിട്ട് നമ്മൾക്ക് നമ്മുടെ രുദ്രാക്ഷം പോലെ നമുക്ക് കഴുത്തിലിടാം. കഴുത്തിലിടുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഇത് 108 മണികളായിട്ട് മാല കോർത്തിട്ട് ഭഗവാന് പുറത്ത് സമർപ്പിക്കാം. അകത്തേക്ക് കയറ്റില്ലല്ലോ. അപ്പോൾ പുറത്ത് ഭഗവാന് വിഗ്രഹം വെച്ചേക്കണോടത്ത് അതിൽ സമർപ്പിക്കാം. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ ഒത്തിരി സന്തോഷമായി എനിക്ക്. കാരണം വൈജയന്തിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭഗവാനെ എവിടെയെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണേ. ഞാൻ ഈ ഡിസംബർ 20-ാം തീയതി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ 21-ാം തീയതിക്ക് മുൻപ് ഭഗവാൻ എനിക്ക് എവിടെ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നേക്കണമെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ദൂരത്തൊന്നും പോവാതെ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരാനുള്ള വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു എനിക്കത് കാണിച്ചു തന്നു. എല്ലാവർക്കും ഈ വൈജയന്തിയുടെ മുത്ത് കിട്ടാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ. ഇവിടെ നല്ല മഴയാണ്. അപ്പം നല്ല മഴയില്ല, അത്യാവശ്യം ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുട ചൂടി നിൽക്കണേ.
അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. വീഡിയോയിൽ എന്തെങ്കിലും സംസാരത്തിൽ വല്ല ബുദ്ധിമുട്ടോ ആർക്കെങ്കിലും ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ തന്നെ വൈജയന്തി ഒരു വിഷയമാക്കി വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവർക്കും വൈജയന്തി കാണാനും പറിക്കാനും അത് കോർത്ത് മാലയാക്കി ഇടാനും ഭഗവാനെ സമർപ്പിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മൾക്ക് വിഗ്രഹങ്ങളൊക്കെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ വീട്ടിലുള്ളവർക്ക് അത് നമ്മൾക്ക് മാല കോർത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ നമുക്ക് ചാർത്താം. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ചാർത്താം. അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾക്ക് ചാർത്താം. അങ്ങനെ ഉള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ലഭ്യമാവട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.